രാവിലെ തന്നെ നല്ല കാലാവസ്ഥയൊന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് നല്ലൊരു യമണ്ടൻ മഴ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു മഴയും കാറ്റും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുന്ന കാഴ്ചകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മഴ കാണാനും തോട്ടിൽ വെള്ളം കയറിയത് കാണാനും ഒക്കെ നല്ല രസം, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. മഴ ഇല്ലാത്ത സമയത്ത് വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു തോടാണിത്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതിന് വന്ന മാറ്റങ്ങളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴൻ്റെ ഒരൊറ്റ കാരണമാണ് കേട്ടോ ഈ തോട് ഇങ്ങനെ. ഇതൊന്നുമല്ല, ഞങ്ങൾ വെള്ളം നല്ലോണം കയറിയിട്ട് ആ ഭാഗം ഫുള്ള് കടൽ മാതിരിയാവും. നമുക്ക് നോക്കിയാൽ ഈ റബ്ബറും എല്ലാ ഭാഗവും കവർ ചെയ്യും ഈ വെള്ളം. പക്ഷേ ഞങ്ങളവിടെ സമയത്തിന് എത്തിയില്ല. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി. കണ്ടോ, ആ ഭാഗം ഫുള്ള് വെള്ളത്തിൽ മൂടിയിട്ടാട്ടോ കിടക്കുക. കണ്ടോ, അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ആ വീടിൻ്റെ മുറ്റം വരെ എല്ലായിടത്തും വെള്ളമാവും. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന വഴിയാണ് കേട്ടത്. സ്കൂളിൽ പോകുമ്പോൾ ഈ തോട് മുറിച്ച് കടന്നിട്ടും പോയിരുന്നു. പിന്നെ പാലം വന്നിട്ട് പാലത്തിൻ്റെ മുകളിലും ഒക്കെ നടന്നു പോയി കുറേ കാലം സ്കൂളിൽ പോയിരുന്ന വഴിയാണ്. അന്നൊന്നും വെള്ളത്തിന് അത്രയ്ക്ക് പേടി ഉണ്ടാവുമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ വെള്ളം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉരുൾപൊട്ടലും നമ്മളെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പോൾ വെള്ളത്തിനെ കാണുമ്പോൾ. കണ്ടോ, ഈ ഒരു പാലാണ് ഞങ്ങൾ സ്കൂളിൽ പോയി നിന്ന് നടന്നു പോകാനുണ്ടാക്കിയ പാലാണിത്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അതിൽ നടന്നു ഒരുപാട് ആൾക്കാർ അക്കരെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാലം ഉള്ളതാണിത്. പക്ഷേ ഇപ്പോൾ ഈ പാലം പഴയതായി, പുതിയ പാലം ആ ഭാഗത്ത് വേറെ ഉണ്ട്. കണ്ടോ, ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ. വെള്ളം കയറിയപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ആ വാഴയും ആ തോട്ടങ്ങളും അത് ഫുള്ള് കവർ ചെയ്തിട്ട് വെള്ളം കിടക്കും കേട്ടോ. കടൽ മാതിരിയാണ്, നമുക്ക് നോക്കിയാൽ കാണാം. ഞാൻ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഈ ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പക്ഷെ എന്നാലും വെള്ളത്തൊക്കെ ഒരുപാട് നേരം നോക്കി നിൽക്കുമ്പോൾ ഒരു പേടിയാണ് വെള്ളം കാണുമ്പോൾ. ഇപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമുള്ള സമയമല്ലേ. ഈ ചൂടത്ത് നല്ല തണുപ്പ്, മഴ, ചെറിയ കാറ്റ് അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലേ. വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഇതിലൊന്നും ഇറങ്ങാനോ നടക്കാനോ പറ്റില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം ഇറങ്ങി കഴിഞ്ഞ സമയമാകൊണ്ടാണ് ഈ ഭാഗത്തു കൂടെ ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത്. കണ്ട, ഈ ഭാഗമൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെന്ന ആ ടൈമിലാണ് വെള്ളം ഇറങ്ങി കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ഒക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ വെള്ളം കാണാനാണ് പോകുന്നത് എന്ന്. കാരണം രാത്രി മുതൽ രാവിലെ വരെ പെയ്ത മഴയ്ക്ക് രാത്രി തന്നെ ഫുള്ള് അവിടെ നിറഞ്ഞ് വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് സമയമായി, ഒരു 11 മണിക്കായി രാവിലെ. ആ സമയമായപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങി. ഇതിനു മുമ്പ് മഴക്കാലം അല്ലാത്ത സമയത്ത് ഞാൻ ഈ ഭാഗത്തേക്ക് പോയൊരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇട്ടിരുന്നു. ഞങ്ങളുടെ നാടിൻ്റെ കാഴ്ചകൾ, നാട് കാണാൻ ഇറങ്ങിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നോക്കിയറിയാം തീരെ വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ. ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ ആ ഭാഗം കൊടുക്കതിൽ ആ ഭാഗത്താണ് ഇത്ര അധികം വെള്ളം. കാരണം നമ്മൾ ഈ ഭാഗത്തൊക്കെ മലയിൽ മഴ പെയ്യുമ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരിക കേട്ടോ. കണ്ടോ, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കണ്ടോ, ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇതാ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ടൈമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴക്കാലത്ത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ മഴക്കാലം വന്നാൽ ഇങ്ങനെയാണ്. ഇനി വരുന്ന കാഴ്ചകളാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ. ഈ തോടിൻ്റെ കണ്ടോ, ഇതാണ് ഈ തോടിൻ്റെ ഒരു പഴയ ഞങ്ങൾ പോയ വീഡിയോ ആണ് കേട്ടത്. കണ്ടോ, ഇങ്ങനെ കടന്ന നല്ല തെളിഞ്ഞ വെള്ളം, ശാന്തമായ ഒരു തോട്. ആ തോടാണ് മഴക്കാലത്ത് അത്രയ്ക്ക് ശക്തിയിൽ വന്ന് എല്ലാ ഭാഗത്തും വെള്ളം കയറി. കണ്ടോ, ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
പക്ഷേ മഴക്കാലത്ത് ഈ ഭാഗത്തൊന്നും പോകാൻ പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. ഇതിലൊക്കെ ഞങ്ങൾ അന്ന് പോയതാണ്. അന്ന് പോയി ഇവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോകുന്നതാണ്. ഈ ഭാഗം മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും അടിയിൽ നല്ല ഒഴുക്കും ഉണ്ടാവും. ആൾക്കങ്ങനെ നിൽക്കാനൊന്നും പറ്റാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ മദ്രസാണ് കണ്ടോ, ഞങ്ങളൊക്കെ പഠിച്ച മദ്രസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളെ നാട്ടുവിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ലൈക്കും കൂടെ ഇട്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.